ഇങ്ങോട്ട് വന്നു. ഞാൻ മാത്രമായി പോകും. ഹലോ അജയൻ, താങ്ക് യു. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ചേച്ചി ഒന്ന് ചേർന്നേക്കോ. അല്ല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറയട്ടെ. ചേച്ചി എല്ലാരും ബാക്കിൽ നിൽക്കുവാ. പിള്ളേരെ നിങ്ങൾ എല്ലാരും കൂടെ ബാക്കി നിൽക്കുവാ. ഇവരെ സ്വീകരിക്കുകയല്ലേ. ആ ചേച്ചി പറയൂ, എന്താ പറയാൻ നിങ്ങളല്ലേ ഇന്നത്തെ താരം. കാരണം ഇവര് കാരണം നോക്കിയ ദേവികയും വിജയ് എന്റെ പത്തനംതിട്ടയിലെ ഷോപ്പിൽ വന്നതിന് ശേഷം എനിക്ക് നേരത്തെ ഇല്ലെന്നല്ല, പക്ഷേ അതിനുശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ വിജയുടെ വീഡിയോ കണ്ടു, ദേവികയുടെ വീഡിയോ കണ്ടു. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് പത്തനംതിട്ടയിൽ ഒരു കടയുള്ളവരും. പക്ഷെ ഈ കപ്പിൾ എനിക്കൊരു ലക്കി കപ്പിളാണ് കേട്ടോ. അപ്പൊ അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് എനിക്ക് ഇവരെ മറക്കാൻ പറ്റത്തില്ല. അപ്പൊ അവര് മാത്രമാണ് എൻ്റെ സ്പെഷ്യൽ ഗസ്റ്റ്. പിന്നെ എല്ലാവരും ഉണ്ട്, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ പള്ളിയിൽ അച്ഛൻ, എല്ലാവരും ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ചടങ്ങിലോട്ട് പോവാം. സോഷ്യൽ മീഡിയ ഇവിടെ ഇപ്പൊ കുറെ പേര് വന്നിട്ടുണ്ട്, കുറെ പേരൊക്കെ എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ബേസ്. സോഷ്യൽ മീഡിയ തന്നെയാണ്, നമ്മളും ഫേസ്ബുക്ക് വഴിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകര്, നിങ്ങളുടെ വന്ന എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് സ്നേഹം, സന്തോഷം. ഇത് അടുത്ത 10-20 ഷോപ്പുകളാവട്ടെ. സംസാരിക്കുന്ന ബുദ്ധിമുട്ടാണ്, ഒരുപാട് സംസാരിച്ചാൽ നമ്മുടെ എല്ലാ വിശ്വാസത്തിൽ അന്ധകാരം മാറി പ്രകാശം വരിക എന്നുള്ളതാണ്. അനേകർക്ക് പ്രകാശമായും വെളിച്ചമായും ഈ സ്ഥാപനം മാറുകയാണ്. അനേക ആളുകൾക്ക് ജോലി നൽകുന്നു, അനേക ആളുകൾ ഇതിലേക്ക് വരുന്നു. അവരുടെ സാന്നിധ്യം, അവരുടെ ഇവിടെയുള്ള ഈ കടയിലേക്ക് വരുന്നതൊക്കെ ഈ കടയിൽ നടത്തുന്നവർക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും സന്തോഷമുള്ളതായി കാണും. എന്തോ ചാരിറ്റി അത് തന്നെ പല കാര്യങ്ങളിലും മേഴ്സിമാമ നമ്മുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുമ്പളം ഭദ്രാസനത്തിലെ മുണ്ടനിക്കാട് ഇടവകയാണ് 2 പേർക്കുള്ള വിവാഹത്തിനുള്ള പൈസകൾ നൽകുന്നു. അതുപോലെ മറ്റു പല ഏത് കാര്യത്തിനും ഞങ്ങളുടെ ആത്മീയ സംഘടനകൾക്കൊക്കെയും തുകകൾ നൽകി ഞങ്ങളെ സഹായിക്കുന്നു. എറണാകുളത്ത് ഷോപ്പിൻ്റെയും അവിടെയും ഞങ്ങൾ പോവുകയുണ്ടായി, കാണുകയുണ്ടായി. അവിടെയുള്ള സഭയിലെ ആളുകൾക്കൊക്കെ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനകളും അവരുടെ കഠിനാധ്വാനവും ഒക്കെയാണ് ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് വരുന്നത്. ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോഴും അതിൻ്റേതായ പ്രയാസങ്ങൾ തന്നെ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടാകും. ഇത് വിജയിക്കുക എന്നുള്ളത് ഒരു ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണ്. ഇപ്പം നഴ്സുമാരുടെ കൂടെ മറ്റു പലരുടെ കുടുംബാംഗങ്ങളായി വന്നു ചേർന്നിരിക്കുകയാണ്. അവരെയൊക്കെ ഒരു വലിയ പരിശ്രമങ്ങളാണ് ഇന്നത്തുള്ള വിജയം. ദൈവം ധനമെന്ന് പറയുന്നത് ഇന്ന് വരികയും നാളെ മറ്റൊരാളുടെ കയ്യിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ റോൾ ചെയ്ത് പലതായിട്ട് വരികയാണ്. ഇതെല്ലാം കൂടെ ഏകീകരിക്കാനുള്ള കഴിവാണ് ബിസിനസ് വർദ്ധിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാം അനുഗ്രഹമായിട്ട് എന്നാലും നല്ല അഭിപ്രായമാണ് സ്ഥാപനത്തെപ്പറ്റി എല്ലായിടത്തും നിന്ന് കേൾക്കുന്നത്. അത് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് വരാൻ ഇടയാകാം. എല്ലാവരും ചെന്ന ഫോട്ടോ കിട്ടത്തക്ക രീതിക്ക് നീ ഇവിടെ കൂടെ നിൽക്കുക.
അച്ഛന്മാരുണ്ട്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.